Hi everyone, welcome to X&Y Class 9. So, നമ്മളുടെ ഓണം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസിലെ നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഫിസിക്സിലെ ഏതാണ് നമ്മളുടെ ലോസ് ഓഫ് മോഷൻ. സോ നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മളുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ, നമ്മുടെ ഫോഴ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. സോ നമുക്ക് അതിന്റെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ state the Newton's law of motion that defines inertia. So inertia ആയിട്ട് ന്യൂട്ടന്റെ ലോ ഏതാണ്? ഇനേഷ്യ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂട്ടന്റെ ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്കറിയാം ഏതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ആണ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ് നമ്മളുടെ ലോ ഓഫ് ഇനേഷ്യ. സോ അതിലെന്താ പറയുന്നത്? എവരി ഒബ്ജെക്ട് കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. So ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നത് ഏതൊരു ഒബ്ജക്റ്റും അത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ അത് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ ഇനേഷ്യ ആയിട്ട് ബന്ധപ്പെട്ട ലോ നമ്മുടെ ഫസ്റ്റ് ലോ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലാസിഫൈ ദ സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദെയർ ഇനേഷ്യ. സോ ഇനേഷ്യ അനുസരിച്ചിട്ട് ഈ 4 സ്റ്റേറ്റ്മെന്റ്സിനെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഇനേഷ്യ ഓഫ് മോഷൻ. സോ റെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇനേഷ്യ ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാം. അതുപോലെ മോഷനായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നെക്സ്റ്റ് കോളത്തിൽ നോട്ട് ഡൗൺ ചെയ്യാം. സോ ഫസ്റ്റ് തിങ്, ഡസ്റ്റ് കംസ് ഔട്ട് ഓഫ് എ ഹാങ്ങിങ് മാറ്റ് വെൻ ബീറ്റൺ വിത്ത് എ സ്റ്റിക്ക്. സോ ഒരു ഹാങ്ങിങ് മാറ്റ്, ഒരു ചവിട്ടി അല്ലെങ്കിൽ മാറ്റ് നമ്മൾ തൂക്കിയിട്ടിട്ട് അതിൽ നമ്മൾ എന്താണ് ഒരു സ്റ്റിക്ക് വെച്ച് അടിച്ചാൽ, ഒരു വടി വെച്ച് അടിച്ചാൽ ഡസ്റ്റ് പുറത്തേക്ക് വരും അല്ലേ. സോ ഇത് എന്ത് ഇനേഷ്യാണ്? നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആദ്യം റെസ്റ്റിലാണ്. സോ നമ്മൾ ഈ മാറ്റിനെ അടിക്കുമ്പോൾ ആ റെസ്റ്റിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. യെസ്, സോ നമ്മുടെ എ എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഇനി രണ്ടാമത്തെ നോക്കാം. അത്ലറ്റ്സ് ടേക്ക് എ ഷോർട്ട് റൺ ബിഫോർ ഡൂയിങ് എ ലോങ് ജംപ്. സോ ഇപ്പം നമ്മളുടെ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒളിമ്പിക്സ് കഴിഞ്ഞ സമയമാണ്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ലോങ് ജമ്പ്, നിങ്ങളുടെ സ്കൂളിലെ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഒരു ലോങ് ജമ്പ് ചാടുന്ന ആൾ എന്ത് ചെയ്യും? ഓടി വന്നിട്ടാണ് ചാടുക. സോ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ചാടണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ചാടുന്നതെങ്കിൽ ഇയാളൊരു റൺ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജമ്പ് ചെയ്യുന്നത്. സോ ഈ റൺ എടുക്കുന്നതിലൂടെ എന്ത് അഡ്വാൻറ്റേജാണ് കിട്ടുന്നത്? മോഷൻ ആണല്ലേ അയാൾ. സോ ഇനേഷ്യ ഓഫ് മോഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. സോ നമ്മളുടെ ബി എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ. ഇനി നമ്മൾ സി നോക്കാം. എ ഫാൻ കണ്ടിന്യൂ ഇറ്റ്സ് റൊട്ടേഷൻ ഫോർ സം ടൈം ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. സോ നമ്മളൊരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളത് സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് ഫാൻ എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് സഡൻ ആയിട്ട് നിൽക്കുന്നില്ല അല്ലേ. അത് കുറച്ച് നേരം കൂടെ കറങ്ങിയിട്ടാണ് അത് നിൽക്കുക. അതെന്തുകൊണ്ടാണ്? നമ്മളൊരു ഫോഴ്സ്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ടാണ് അതിനെ കറക്കുന്നത്. സോ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് മോഷനിലാണ് ഉള്ളത്. സോ എന്ത് ചെയ്യും? ആ മോഷനിൽ തന്നെ കുറച്ച് നേരം കൂടെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ എയർ റെസിസ്റ്റൻസ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ നിൽക്കും. സോ അത് മോഷനിലാണ് ആദ്യം, ഇനേഷ്യ ഓഫ് മോഷൻ കൊണ്ടാണ് കുറച്ച് നേരം കൂടെ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ആൻസർ സി ഈസ് ഇനേഷ്യ ഓഫ് മോഷൻ. സോ ഇത് നമ്മൾ പറഞ്ഞു. അടുത്ത് നോക്കാം. പാസഞ്ചർ സ്റ്റാൻഡിങ് ഇൻ എ ബസ് ടെൻഡ് ടു ഫാൾ ബാക്ക്വേർഡ്സ് വെൻ ദ ബസ് സഡൻലി സ്റ്റാർട്ട്സ് മൂവിങ് ഫോർവേഡ്. സോ പാസഞ്ചർ സ്റ്റാൻഡിങ് ഇൻ എ ബസ്, ഒരു ബസ്സിൽ നിൽക്കുന്ന ഒരു പാസഞ്ചർ, ഒരാൾ ബസ്സിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് നമ്മളെ ബസ് മുന്നോട്ട് എടുക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? പിന്നോട്ട് വീഴാൻ പോകും അല്ലേ. സോ ഇത് എന്ത് ഇനേഷ്യയാണ്? സോ നമ്മളെ പാസഞ്ചർ ആദ്യം റെസ്റ്റിലാണ്. സോ നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ ഇയാൾ പിന്നോട്ട് വീഴാൻ പോകുന്നത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണ്. സോ ഡി ഈസ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. സോ നമ്മൾ എയും ഡിയും ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്, അതുപോലെ ബിയും സിയും എന്താണ്? ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അറ്റ് ദ ടൈം ഓഫ് ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ, ഒരു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ദ ഫീൽഡർ മൂവ്സ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ് എലോങ് വിത്ത് ദ ബോൾ. സോ നമ്മൾ കണ്ട ഒരു ക്രിക്കറ്റ് ബോൾ ഒരാൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബോൾ പിടിച്ചിട്ട് എന്താണ്? കൈ പിന്നോട്ട് മൂവ് ചെയ്യും അല്ലേ. സോ വാട്ട് ഈസ് ദ സയന്റിഫിക് ഫാക്ട് ബിഹൈൻഡ് ദിസ്? ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സയന്റിഫിക് ഫാക്ട്? നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ആണ്. സോ റൈറ്റ് ഡൗൺ അനദർ സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് യൂസിങ് ദ സെയിം ഫാക്ട്. സോ നമ്മുടെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലെങ്കിൽ എം ഡെൽറ്റ പി, ചേഞ്ച് ഇൻ മൊമെന്റോ അല്ലേ. സോ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ്. സോ നമ്മളിവിടെ ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. സോ നമ്മൾ ഇനീഷ്യലി ഒരു മൊമെന്റത്തിലാണ് നമ്മുടെ ബോൾ വരുന്നത്.
സോ നമ്മൾ അതിനെ എന്ത് ചെയ്തു, പിടിച്ച് നിർത്തി അല്ലേ, അപ്പോൾ മൊമെന്റം 0 ആയി. സോ ഒരു ചേഞ്ച് ഇൻ മൊമെന്റ് അവിടെ ഉണ്ട്. സോ നമ്മൾ ഈ ക്യാച്ച് ചെയ്യുന്ന ടൈം നമ്മൾ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ഫോഴ്സ് കുറയും, സോ നമുക്കുള്ള ഇമ്പാക്റ്റ് കുറയും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫീൽഡർ ഒരു ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നത്. സോ ഇതിന് സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ സെക്കൻഡ് ലോ കാരണമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ പൊട്ടുന്ന ഗ്ലാസ് വെയേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബബിൾ റാപ്പ് ഒക്കെ ചെയ്യും അല്ലേ. സോ ഇങ്ങനെ ബബിൾ റാപ്പ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പം ഇൻ കേസ് അത് താഴേക്ക് വീണാൽ ഒരു വെലോസിറ്റിയിലാണ് താഴെ എത്തുക, എന്നിട്ട് അത് താഴെ വന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ 0 വെലോസിറ്റി ആവും. അതായത് ഒരു മൊമെന്റം ചേഞ്ച് ഉണ്ട് അതിന്. സോ അത് പതുക്കെ, അതായത് വളരെ കുറച്ചുകൂടെ സമയം എടുത്തിട്ട് അത് സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പൊട്ടുന്ന വസ്തുക്കളൊക്കെ ബബിൾ റാപ്പ് ചെയ്ത് വെക്കുന്നത്. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ ഫോളോയിങ് ഫിഗർ ഷോസ് മോഷൻ ഓഫ് 2 ബോഡീസ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. സോ 2 ഒബ്ജക്ട്സ് ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷനാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് ദെയർ മാസസ് ആൻഡ് വെലോസിറ്റീസ് ആർ ഇൻഡിക്കേറ്റഡ്. അതിന്റെ മാസും വെലോസിറ്റിയും ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ബിഫോർ കൊളിഷൻ, അതായത് കൂട്ടിയിടിക്കുന്നതിന് മുന്നേ എന്താണ്, ഒരു 6 കിലോഗ്രാം 8 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരുന്നുണ്ട്, ഒരു 4 കിലോഗ്രാം 4 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുന്നുണ്ട്. സോ ഇതിന്റെ സ്പീഡ് കുറവാണ്, ഇതിന്റെ സ്പീഡ് കൂടുതലാണ്. സോ ഇത് വന്ന് ഹിറ്റ് ചെയ്യും. സോ ഡ്യൂറിങ് കൊളിഷൻ അത് വന്ന് 2 ഹിറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, നമ്മുടെ 4 കിലോഗ്രാമിന്റെ പിന്നിലാണല്ലോ വന്നത് ഹിറ്റ് ചെയ്ത്. സോ അതിന്റെ സ്പീഡ് കൂടും, നമ്മുടെ 6 കിലോഗ്രാം എവിടെ പോയി ഇടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. സോ അതിന്റെ സ്പീഡ് കുറയും. സോ ഫൈൻഡ് ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദ ബോഡീസ് ബിഫോർ കൊളിഷൻ. സോ ഇത് കൂട്ടിയിടിക്കുന്നതിന് മുന്നേ ഇവരുടെ ടോട്ടൽ മൊമെന്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. ടോട്ടൽ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്താണ്, m1v1 പ്ലസ് m2v2. അതായത് ഈ ഒബ്ജക്റ്റിന്റെ മൊമെന്റം പ്ലസ് ഈ ഒബ്ജക്റ്റിന്റെ മൊമെന്റം. സോ m1v1 പ്ലസ് m2v2 ദാറ്റ് ഈസ് ഈക്വൽ, m1 എത്രയാണ് 6 കിലോഗ്രാം ഇൻറ്റു v1 ഇസ് 8 പ്ലസ് m2 എത്രയാണ് 4 കിലോഗ്രാം ഇൻറ്റു 4 മീറ്റർ പെർ സെക്കൻഡ്. സോ 8 എത്രയാണ് 48 പ്ലസ് 4 16. സോ നമ്മളിത് ആഡ് ചെയ്താൽ 40 50 58 64 അല്ലേ, യെസ് 64 64 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മൾ യൂണിറ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. എന്താണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്, മാസിന്റെ വെലോസിറ്റി അല്ല, കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ ചോദിച്ചാൽ ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ കൊളിഷൻ. സോ നമുക്കറിയാം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. സോ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റ് കൺസേർവ്ഡ് ആയിരിക്കും. സോ ബിഫോർ കൊളിഷൻ എത്ര മൊമെന്റ് ഉണ്ടോ അത്രയും മൊമെന്റ് ആഫ്റ്റർ കൊളിഷൻ ഉണ്ടാവും. സോ ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ കൊളിഷൻ ഇസ് 64 കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് തിങ് എന്താണ്, സ്റ്റേറ്റ് ദ ലോ വിച്ച് ഹെൽപ്ഡ് യു ടു അറൈവ് ദ കൺക്ലൂഷൻ. സോ ഇത് ഏത് ലോ ആണ്, നമ്മുടെ 3rd ലോ അല്ലെ, ന്യൂട്ടന്റെ 3rd ലോ ഓഫ് മോഷൻ. അതായത് ഏതൊരു ആക്ഷനും ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. സോ ഇത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എത്ര ഫോഴ്സ് കൊടുത്തു അല്ലെങ്കിൽ എത്ര മൊമെന്റം ചേഞ്ച് ഉണ്ടായോ സെയിം മൊമെന്റം ചേഞ്ച് ആർക്കുണ്ടാവും, നമ്മുടെ 6 കിലോഗ്രാം ഉണ്ടാവും. സോ നമ്മുടെ മൊത്തം സിസ്റ്റം എടുത്താൽ അവിടുത്തെ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? The following graph represent the motion of a car of mass 800 kilogram with uniform acceleration. So ഒരു 800 കിലോഗ്രാം മാസുള്ള ഒരു കാറിന്റെ ഒരു മോഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സോ ഗ്രാഫ് നോക്കിയിട്ട് അത് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ കാർ അറ്റ് 3rd and 9th സെക്കൻഡ്. 3ാമത്തെ 9ാമത്തെ സെക്കൻഡിലുള്ള അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ നമുക്ക് അറിയാം ഈ ഗ്രാഫിൽ വെലോസിറ്റി ആണ് തന്നിട്ടുള്ളത്, അതുപോലെ ഇവിടെ ടൈമും തന്നിട്ടുണ്ട്. സോ നമ്മൾ 3ാമത്തെ സെക്കൻഡ് എടുത്താൽ ഇതാണ് 3ാമത്തെ സെക്കൻഡ്. യെസ്, നമ്മൾ ഗ്രാഫിലേക്ക് വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ 3ാമത്തെ സെക്കൻഡിൽ എത്രയാണ് സ്പീഡ്? v at 3 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ നമ്മളോട് ചോദിച്ചത് 9ാമത്തെ സെക്കൻഡിലാണ്. സോ 9th സെക്കൻഡിൽ എത്രയാണ് സ്പീഡ്? സോ നമ്മൾ നോക്കിയാൽ 9ാമത്തെ സെക്കൻഡിൽ 18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 18 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. സോ നെക്സ്റ്റ് തിങ്, കാൽക്കുലേറ്റ് ദ മൊമെന്റം ഓഫ് ദ കാർ അറ്റ് ദീസ് ഇൻസ്റ്റൻസസ്. സോ ഈ സമയത്തുള്ള ഈ കാറുകളുടെ മൊമെന്റം കണ്ടുപിടിക്കാനാണ് പറയുക. സോ നമുക്കറിയാം മൊമെന്റം അറ്റ് 3 സെക്കൻഡ് മാസ് ഇൻറ്റു വെലോസിറ്റി അറ്റ് 3 സെക്കൻഡ്. സോ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. സോ 3ാമത്തെ സെക്കൻഡിലുള്ള മൊമെന്റം കണ്ടുപിടിക്കുമ്പോൾ മാസ് എത്രയാണ്? 800 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 6. So 8 into 6 is 48 kilogram meter per second.
സോ ഇതാണ് നമ്മളുടെ മൊമെന്റം അറ്റ് 3 സെക്കൻഡ്സ്. ഇനി നമ്മളോട് ചോദിച്ചത് മൊമെന്റം അറ്റ് 9 സെക്കൻഡ് ആണ്. സോ പി അറ്റ് 9 ഇസ് ഈക്വൽ ടു 800 ഇൻറ്റു 18 ആണല്ലോ സ്പീഡ്, 18 ഇസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് 800 ഇൻറ്റു 18 ആണ് ചെയ്യേണ്ടത്. സോ 10 8 80, അതുപോലെ 8 8 64. യെസ്, 4 8 6 14, 2 സീറോസ് അല്ലേ? സോ 0 0. സോ 14,400 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. യെസ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ 9ാമത്തെ സെക്കൻഡിലുള്ള മൊമെന്റം. സോ ഇവിടെ 2 കേസിലുള്ള വെലോസിറ്റികൾ കണ്ടുപിടിക്കുക, അവിടെയുള്ള മൊമെന്റം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ദ കാർ. സോ നമ്മുടെ കാറിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റാണ് ചോദിച്ചുള്ളത്. സോ നമുക്കറിയാം 3 സെക്കൻഡിൽ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 4800 അല്ലെ? 4800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ മൊമെന്റം പി അറ്റ് 3. അതുപോലെ മൊമെന്റം അറ്റ് 9th സെക്കൻഡ് എത്രയാണ്? 14400 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നമ്മളോട് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം, മൊമെന്റം അറ്റ് 9 മൈനസ് മൊമെന്റം അറ്റ് 3 ബൈ എന്താണ്? ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ഇത് എത്രയായിരിക്കും? 14400 മൈനസ് പി എറ്റ് 3 4800 ബൈ ടൈം എത്രയാണ്? 3 മുതൽ 9 സെക്കൻഡ് വരെയാണ് അല്ലേ? സോ 3 മുതൽ 9 സെക്കൻഡ് വരെ 6 സെക്കൻഡ് ആണുള്ളത്. യെസ്, 6 സെക്കൻഡ്സ്. സോ 14,400 4,800 കുറച്ചാൽ നമുക്ക് 14,400 4,000 കുറച്ചാൽ 10,400. അതിന് 800 കുറച്ചാൽ 10,000 9,600. യെസ്, 9,600 ബൈ 6. സോ 96 ബൈ 6 എത്രയാണ്? സോ ഒരു 6 യെസ് 36 16. സോ 1600 ആയിരിക്കും അല്ലേ? യെസ്, 1600 എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ നമ്മുടെ ആൻസർ എന്താണ്? 1600 കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. എങ്ങനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. സോ മൊമെന്റം എത്ര ചേഞ്ച് ചെയ്തു ബൈ അതിനെടുത്ത ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കാർ? സോ ഈ കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചുള്ളത്. സോ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലെവൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇസ് ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. സോ ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം തന്നെയാണ്. സോ ഫോഴ്സ് വിൽ ബി 1600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1600 ന്യൂട്ടൺ. സോ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് നമ്മളുടെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർസ് എന്ന് എഴുതാം.